ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ വിന്നറായിരുന്ന അനുമോളുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് നടന്നു. വളരെ ലളിതമായൊരു ചടങ്ങ്, ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം കൂടിയൊരു ചടങ്ങ്. അതിനുശേഷം വിവാഹത്തിന്റെയും തുടർന്ന് താൻ വിവാഹം കഴിച്ച വരൻ ഭുവനേഷ് അദ്ദേഹത്തോടൊപ്പവുമുള്ള ചില വീഡിയോ ക്ലിപ്പുകളും ഒരു വ്ലോഗും ഒക്കെ പുറത്തു വന്നു. എന്നാൽ ആ വീഡിയോകളുടെ കീഴിലൊക്കെ വന്ന ചില മാരകമായ കമന്റുകളും അതിനോടുള്ള ബന്ധത്തിൽ ചിലരൊക്കെ പുറത്തുവിട്ട വീഡിയോകളുമൊക്കെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോൾ ആ ഗെയിം അവിടെ അവസാനിക്കേണ്ടതല്ലേ? എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കും സന്തോഷ നിമിഷങ്ങളിലേക്കും ഇത്രയധികം ആളുകൾ എന്തിനാണ് ഈ ഒളിഞ്ഞു നോക്കുകയും വിഷം ചീറ്റുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളുടെ ഒരു വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ അത് ധാർമ്മിക ബോധമുള്ള ഏതു മനുഷ്യനിലും അറപ്പുളവാക്കുന്നതാണ്. ഒന്ന് കണ്ടു നോക്കിയേ. ദേ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് വെക്കാം. കല്യാണം കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വരെ ജയിച്ചത് എന്തോരം ഉടായ്പ കാണിച്ചിട്ടാന്നുള്ളത്. അവളൊരു മലയാളിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും വെറുത്ത് പോയേനെ. ഇതിപ്പോ തമിഴ്നായതുകൊണ്ട് അവനോടൊരു സന്തോഷവും ബഹുമാനമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി അനുമോൾ എന്ന ഉടായ്പറാണി തമിഴ്നാട്ടിന്റെ സ്വന്തമാണ്. ഇനി ഉടായ്പകൾ തമിഴ്നാട്ടിലെല്ലായിടത്തും വികസിപ്പിക്കട്ടെ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കമന്റുകൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഫ്രണ്ട്സേ. നന്ദി. ഇത് കൂടാതെ ആ വീഡിയോകളുടെയൊക്കെ കീഴിൽ വന്നിരിക്കുന്ന കമന്റുകൾ, അതിലെ ഒരു പ്രധാനപ്പെട്ട കമന്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ നിന്നും ചെറുക്കനെ കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് തമിഴിനെ കിട്ടിയത്. മലയാളി രക്ഷപ്പെട്ടു. ഇനി അനുമോളുടെ ഉടായ്പകൾ തമിഴ്നാട് മുഴുവൻ വ്യാപിക്കും. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മുതുക്കി കൊച്ചു ചെറുക്കനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണ് കമന്റുകൾ. എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യം, ഈ അനുമോൾ എന്നൊരു വ്യക്തിയോട് ഇത്രയധികം വൃത്തികെട്ടതും മോശവുമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുവാനും അവരെ ആക്ഷേപിക്കുവാനും ഒക്കെ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇത്രയധികം മോശമായിട്ട് മറ്റുള്ളവർ അധിക്ഷേപിക്കണമെങ്കിൽ ആ വ്യക്തി അത്രയധികം ഇവരെയൊക്കെ വ്യക്തിപരമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയുമായി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? അതോ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണോ അഴിച്ചുവിടേണ്ടത്? ഇതിന്റെ പിൻപിലെ യഥാർത്ഥ കാരണം ബിഗ് ബോസിലെ പ്രശ്നങ്ങൾ മാത്രമാണോ? അതോ മലയാളിയുടെ സൈബർ മനോഭാവത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയാണോ? അനുമോൾ ബിഗ് ബോസിൽ പോയതും അവിടെ മത്സരിച്ച് വിജയിച്ചതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, നമുക്കതറിയാം. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു 100 ദിവസത്തെ സർവൈവൽ ഗെയിം ഷോയാണ്. അവിടെ മനുഷ്യരുടെ എല്ലാവിധ വികാരങ്ങളും പുറത്തു വരും. ദേഷ്യം, സങ്കടം, തർക്കങ്ങൾ, തന്ത്രങ്ങൾ, പ്രണയം, അങ്ങനെ പലതും. അനുമോൾ ബിഗ് ബോസിൽ കളിച്ച രീതി അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഓരോരോ പ്രേക്ഷകരുടെ അഭിരുചികൾക്കനുസരിച്ചാണ് അവർ ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ പ്രകാരം ആ ഷോ നടന്നുകൊണ്ടിരുന്നപ്പോൾ താല്പര്യമുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുകയും ആ ഗെയിം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അവരെ കണക്കറ്റ് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഗെയിമിന്റെ അവസാനം ജനങ്ങൾ വോട്ട് ചെയ്ത് അനുമോളെ വിജയിപ്പിച്ചു. തന്റെ എതിരാളിയേക്കാൾ വലിയൊരു വോട്ടിംഗ് മാർജിനിലായിരുന്നു അവർ വിജയിക്കുകയും ചെയ്തത്. അവിടെയാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് അവരോട് അസ്വസ്ഥത തോന്നി തുടങ്ങിയത്. ബിഗ് ബോസിനുള്ളിൽ വെച്ച് തന്നെ അനുമോൾക്കെതിരായിട്ട് പ്രചരിച്ച പ്രധാനപ്പെട്ട ഒരു കഥ 20 ലക്ഷം രൂപ PR വർക്ക് കൊടുത്തിട്ടാണ് അവർ വിജയിച്ചതെന്നായിരുന്നു. ആ 20 ലക്ഷം രൂപയുടെ സാങ്കേതികത്വത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതുമാണ്. പിന്നെ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയ പല വ്യക്തികളും അവരും PR വർക്കൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് അതിനകത്തേക്ക് കയറിയത്. അതില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് വന്നവരാരായിരുന്നു ഉള്ളത്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ 24/7 ഹോട്ട്സ്റ്റാറിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതിലൊന്നും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഏഷ്യാനെറ്റിൽ എപ്പിസോഡുകളായി വരുന്നത്. 90% ആൾക്കാരും എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ. വെറും 10% ആൾക്കാർ മാത്രമാണ് ഈ ഹോട്ട്സ്റ്റാറിലെ ലൈവ് കാണുന്നത്. ലൈവ് കാണുന്നവർക്ക് മാത്രമാണ് അതിനുള്ളിൽ ഓരോ നിമിഷവും നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മത്സരാർത്ഥി എന്തെങ്കിലും നന്മ ചെയ്യുകയോ ചെയ്താൽ അതൊന്നും എപ്പിസോഡിൽ വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളപ്പോൾ ലൈവിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ മത്സരാർത്ഥികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുറത്ത് ഈ PR വർക്കുകാരൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ആരൊക്കെ എത്രയൊക്കെ PR വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പ്രേക്ഷകൻ കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവരെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയില്ല. ഇല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകരൊക്കെ വെറും മന്ദബുദ്ധികളായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആടിനെ പട്ടിയാക്കി ശീലിച്ചു പോയ ചില ആൾക്കാർ PR വർക്ക് കൊണ്ട് അനുമോൾ വിജയിച്ചു എന്നുള്ളത് അങ്ങ് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ആ സമയം മുതൽ. പിന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏതൊരു റിയാലിറ്റി ഷോ കഴിഞ്ഞാലും തോറ്റവരുടെ ആരാധകരും എതിരാളികളും ഉന്നയിക്കുന്ന സ്ഥിരം പല്ലവിയാണ് ഈ PR വർക്ക് എന്നുള്ളത്. വിജയിച്ച വ്യക്തിയുടെ അധ്വാനത്തെയും അവർ കടന്നുപോയ സാഹചര്യങ്ങളെയും അവരെ പിന്തുണച്ച ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പ്രേക്ഷകരെയും ഒറ്റ നിമിഷം കൊണ്ട് അപമാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ. ശരി, ബിഗ് ബോസിനുള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും അനുമോളെ ഒരുപക്ഷെ വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടാവാം. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി അവർ നേരിട്ടു. എന്നാൽ അതോടൊപ്പം തന്നെ വലിയൊരു കൂട്ടം ആൾക്കാർ അവരെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. 1 വർഷം കഴിഞ്ഞു. ആ സീസൺ അടഞ്ഞ അധ്യായമാണ്.
അടുത്ത സീസണിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്നിട്ടും ആ പെൺകുട്ടിയെ ഇന്നും പിന്തുടർന്ന് ആക്രമിക്കുന്നതിന്റെ യുക്തി എന്താണെന്നാണ് മനസ്സിലാകാത്തത്. ഇതിന്റെ പിൻപിലുള്ള മനഃശാസ്ത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതായത് ഒരാളുടെ പതനത്തിലോ സങ്കടത്തിലോ സന്തോഷം കണ്ടെത്തുക. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി വളരുമ്പോഴോ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴോ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴോ ഒരു കൂട്ടം ആൾക്കാരിൽ ഉണ്ടാകുന്ന ഭയാനകമായ അസൂയയും കുശുമ്പുമാണിത്. ഈ സാഹചര്യത്തിലാണ് സൈബർ ഇടങ്ങളിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുവാനുള്ള ധൈര്യം ചിലർ കാണിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു ധൈര്യമാണോ? ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഡാറ്റയും ഉണ്ടെങ്കിൽ വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിലോ സ്ക്രീനിന് പിന്നിലോ ഒളിച്ചിരുന്നു കൊണ്ട് ആരെയും എന്തും പറയാം എന്നൊരു ചിന്താഗതി. എന്നാൽ ആ വ്യക്തിയെ നേരിട്ട് കണ്ടാൽ ഒരു വാക്കുപോലും പറയാൻ ധൈര്യമുണ്ടാവാത്തവരുമാണ് ഈ കമന്റ് ബോക്സിൽ വന്നിരുന്നുകൊണ്ട് വിഷം തുപ്പുന്നത്. ഒരു വ്യക്തി ടി വിയിൽ കാണിച്ച 100 ദിവസത്തെ പെരുമാറ്റം വെച്ച് അവരുടെ ജീവിതകാലം മുഴുവനും വിലയിരുത്തുവാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? ഇത്തരം പ്രവണതകളെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഹെയ്റ്റ് ലൈക്കുകൾ നൽകുന്ന ഒരു ഡോപ്പമിൻ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒരു മോശം കമന്റ് എഴുതുമ്പോൾ അതിന് ലഭിക്കുന്ന ലൈക്കുകൾ, ആ ലൈക്കുകൾ കൊടുക്കുന്ന ഒരു താൽക്കാലിക ആനന്ദമുണ്ട്. സ്വന്തം ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്ത നിരാശ ബാധിച്ച ആൾക്കാരാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ. അവരൊരിക്കലും സാമ്പത്തികമായോ സാംസ്കാരികമായോ ബൗദ്ധികമായോ ഉയർച്ച പ്രാപിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തന്നെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എവിടുന്നോ ഒരു കുത്തിക്കഴപ്പ് പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങും. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ച് ആ പൊളിച്ചു തികട്ടി വരുന്ന മാലിന്യങ്ങൾ മുഴുവനും അവിടെ അങ്ങ് ഛർദ്ദിച്ചു വെക്കും. ആരെന്തു പറയാനാ? വാസ്തവത്തിൽ ഇതൊരു ഗുരുതരമായ രോഗമാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അനുമോളുടെ വിവാഹത്തിൽ നിന്നാണ്. തമിഴ്നാട് സ്വദേശിയായ ഒരു വ്യക്തിയാണ് അവർ വിവാഹം കഴിച്ചത്. വിവാഹം എന്നുള്ളത് 2 വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ്. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഇതിനിടയിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി പരസ്പരം ബോധ്യപ്പെട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് വിവാഹം. പക്ഷേ ഇവിടുത്തെ സൈബർ ഗുണ്ടകളും ചില സൈബർ ഗുണ്ടികളും എഴുതി വച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ചെറുക്കന്മാരെ കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് തമിഴനെ പോയി കിട്ടിയത്. തമിഴനാകുമ്പോൾ ഒന്നും അറിയില്ലല്ലോ. എന്തറിയില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അതുകൂടി വ്യക്തമാക്കണ്ടേ? അനുമോൾക്ക് കേരളത്തിൽ നിന്നും ഒരു ചെറുക്കനെ കിട്ടാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അവരിൽ കണ്ടെത്തിയ മ്ലേച്ഛത എന്താണ്, ഉടായിപ്പ് എന്താണ്? അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു കേരളീയനുമായി പ്രവേശിക്കുന്നതിന് തടസ്സമായി അവരുണ്ടാക്കി വെച്ച പുക്കാറും പുകിലും എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കണം. അനുമോൾ എന്ന വ്യക്തിയെ അറിയാതെയാണ് ഈ ഭുവനേശ്വർ എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അനുമോളെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, സോഷ്യൽ മീഡിയയിൽ 1 മില്യന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയെ കേരളത്തിലുള്ളവർ മാത്രമാണെന്നാണോ ഈ പൊട്ട ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്? തമിഴ്നാട്ടിലുള്ള ആർക്കും അനുമോളെ അറിയില്ല. പ്രത്യേകിച്ച് ഈ കല്യാണം കഴിച്ച ചെറുക്കനും കുടുംബത്തിനും അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവരൊരിക്കൽ പോലും മലയാളത്തിൽ അനുമോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ചുരുക്കത്തിൽ ഈ കമന്റ് എഴുത്തുകാർ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അനുമോളുടെ വരനെയും ആ കുടുംബത്തെയും അനുമോളും കുടുംബവും ചതിച്ചു, കബളിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ലേ ഈ ഉടായ്പ കൊണ്ടെന്നൊക്കെ അർത്ഥമാക്കുന്നത്? അങ്ങനെയുള്ള ആൾക്കാർ ആ വ്ളോഗ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് പെണ്ണ് കണ്ട് കല്യാണം നടത്തിയതല്ല, ഉടായ്പ പരിപാടിയുമല്ല നടന്നത്. ഇതൊക്കെ നാളുകൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് അവരെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അനുമോള് പലപ്പോഴും ആ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വ്ളോഗിനകത്ത് തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ പലപ്പോഴും വന്നിട്ടുള്ളതല്ലേ എന്ന്. പക്ഷെ ഇവിടുത്തെ ചെളിവാരി എറിയുകയും വിഷം തുപ്പുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇത് വെറും ഒരു വ്യക്തി അധിക്ഷേപം മാത്രമല്ല, ഇതിനകത്ത് വംശീയമായ അധിക്ഷേപവും അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഒരു സംസ്ഥാനത്തിലുള്ള പെൺകുട്ടി മറ്റൊരു സംസ്ഥാനക്കാരനെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം അത് ശരിയല്ലാത്ത ജീവിതമായതുകൊണ്ട് അറിയാത്ത ഒരാളിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടി അയൽ സംസ്ഥാനത്തേക്ക് പോയി എന്നൊരു ധ്വനി അതിനകത്ത് വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്, തമിഴ് ജനതയെ മൊത്തത്തിൽ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു വില കുറഞ്ഞ മനോഭാവം കൂടിയുണ്ട്. അവരെയൊക്കെ ആർക്കും കളിപ്പിക്കാം, വെറും മണ്ണുണ്ണികളും മന്ദബുദ്ധികളുമാണ്. ഇങ്ങനെ ഒരു ധ്വനി കൂടി അതിനകത്ത് വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീക്ക് നല്ലൊരു ജീവിതം ലഭിക്കരുത്, അവർ സന്തോഷിക്കരുത്, ഈ തരത്തിലുള്ള ദുഷ്ടചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത്. എൻ്റെ സുഹൃത്തെ, കുറഞ്ഞ പക്ഷം അവർ സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നു വന്നൊരു സ്ത്രീയാണ്. അവർ തനിക്ക് അനുയോജ്യനായ ഒരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ അതിൽ പോലും കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന നിങ്ങളെയൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുത്തേണ്ടത്? നിങ്ങളൊക്കെ നടത്തുന്ന ഈ ഒളിപ്പോരാട്ടം ഉണ്ടല്ലോ, അത് വലിയ സംഭവം എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? വലിയ ധൈര്യശാലികളാണ് നിങ്ങളെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മുഖത്ത് നോക്കി ഈ കാര്യം പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അത് കാണിക്കുമോ? അടുത്ത ദിവസം ഇവരുടെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് അവിടേക്ക് ചെല്ലണം. അവിടെ കൂടി വരുന്ന സകലരുടെയും മുൻപിൽ വെച്ച് ഈ പെൺകുട്ടി ഉടായിപ്പുകാരിയാണ് എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങളത് തെളിയിക്കണം. അങ്ങനെ ചെയ്താൽ ഒരു അന്തസ്സുണ്ടെന്നൊക്കെ പറയാം.
അല്ലാതെ ഏതോ ഒരു മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരുന്ന് ക്യാമറയും ഓൺ ചെയ്ത് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അടിച്ചു വിടുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ചില കണ്ടന്റ് ക്രിയേറ്റർമാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് അവരൊരു തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴി നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. ഇത് പണിയാക്കി മാറ്റിയിരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ വസ്തുനിഷ്ഠമായ വിമർശനമായിരിക്കണം. അല്ലാതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ അവഹേളിക്കുവാൻ ഇറങ്ങി പുറപ്പെടരുത്. അങ്ങനെ ചെയ്യുന്നവന് നാളെ ദുഃഖിക്കേണ്ടി വരും. അവൻ്റെ തലമുറ പോലും ഗതി പിടിക്കില്ല. കാരണം നിങ്ങൾ മുറിപ്പെടുത്തുന്നത് വലിയൊരു കൂട്ടം ജനങ്ങളെയാണ്. അവരുടെ കണ്ണുനീര്, അവരുടെ മനസ്സ് നൊന്തവർ ശപിക്കുന്നത്, അതൊക്കെ തലമുറകളെ പോലും ബാധിച്ചു എന്ന് വരാം. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരുടെ മറുന്യായം സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ ഇതൊക്കെ സഹിക്കണമെന്നാണ്. എന്തുകൊണ്ട് അവരത് സഹിക്കണം? സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആൾക്കാർ മനുഷ്യരല്ലേ? അവർക്കും വികാരങ്ങളില്ലേ? ഇത്തരം നിരന്തരമായ ആക്രമണങ്ങൾ ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിരന്തരമായി ഈ സൈബർ ആക്രമണങ്ങൾ നേരിടുമ്പോഴുണ്ടാകുന്ന വിഷാദം, ആകുലത, ഭയം, ഒടുവിൽ സോഷ്യൽ മീഡിയ വിട്ടുപോകുവാനുള്ള പ്രവണത പോലും ഇതിൽ കൂടി ഉണ്ടാവും. ഇത്തരത്തിൽ വ്യക്തികളെ മാനസികമായി തകർത്ത് അവരുടെ ലൈഫ് തന്നെ ഇല്ലാതെയാക്കി കളയുവാൻ ശ്രമിക്കുന്ന മനോഭാവങ്ങൾ മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. സൈബർ ബുള്ളിയിങ് എന്ന കാരണത്താൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന എത്രയോ മനുഷ്യരുണ്ട്. അതിനുശേഷവും ഇവിടുത്തെ സൈബർ ആക്രമണകാരികൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു വശത്ത് നമ്മൾ വലിയ സാംസ്കാരിക ബോധമുള്ളവരാണ്, സാക്ഷരതയുള്ളവരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ മറുവശത്ത് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെയോ സെലിബ്രിറ്റിയുടെയോ പോസ്റ്റിന്റെ താഴെ പോയി അപമാനകരമായ വാക്കുകൾ എഴുതി വെക്കുന്ന മലയാളിയെയാണ്. ഇത് മാറ്റാൻ സമയമായില്ലേ? ഇവിടെ നമ്മുടെ നാട് വളരെയധികം പുരോഗമിച്ചു. പുതിയൊരു തലമുറ വന്നു. അവർ നിങ്ങളുടെയൊക്കെ ഈ പഴയ അമ്മാവൻ ചിന്താഗതികളെ അവജ്ഞയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നിന്നെയൊക്കെ ശരിക്കും അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും കിണറ്റിനകത്തെടുത്തിട്ടേരെ. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. റിയാലിറ്റി ഷോകൾ നമ്മുടെ വിനോദത്തിന് വേണ്ടിയുള്ളതാണ്. അതിലെ മത്സരാർത്ഥികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം, അവരുടെ ഗെയിമിനെ വിലയിരുത്താം. എന്നാൽ ഷോ കഴിഞ്ഞാൽ അവരവരുടെ സ്വന്തം ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന മനുഷ്യരാണ്. അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക്, വിവാഹത്തിലേക്ക്, കുടുംബത്തിലേക്ക് വിദ്വേഷവുമായി പോകുന്നത് അധമത്വമാണ്. അത് ദുഷിച്ച മനസ്സുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അനിമോൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. അധിക്ഷേപിക്കുന്നവർ അവരെ എത്ര കുരച്ചാലും സ്വന്തം ലക്ഷ്യങ്ങളുമായി മുൻപോട്ട് പോകുവാൻ അനിമോൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷമയമായ പോസ്റ്റുകളും കമന്റുകളും കാണുമ്പോൾ ദയവ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സൈബർ ബുള്ളിങ്ങിനെതിരെ ശബ്ദമുയർത്തുക. കാരണം ഇന്നത്തെ ഇര അനിമോളാണെങ്കിൽ ഒരുപക്ഷെ നാളെ അത് നിങ്ങളാകാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുവാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ബൈ.